സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം നടത്തുന്ന നികുതി യുദ്ധം അത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട്. നേരത്തെ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വലിയ ബന്ധമാണ് എന്ന് നരേന്ദ്രമോദി തന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ അമേരിക്കയും തമ്മിൽ വലിയ ബന്ധമാണുണ്ട് എന്ന് രണ്ടു കൂട്ടരും പറയുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ വലിയ നികുതി ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ ചൈനയും റഷ്യയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. ചൈന ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈന കടന്നു കയറി ഇന്ത്യയുടെ ഭാഗമായ പല പ്രദേശങ്ങളും കൈയടക്കി വച്ചിരിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ചൈനയുമായി അടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുപ്പം വരാൻ പോകുന്നു എന്ന തോന്നലുണ്ടാകുന്നത്. അപ്പുറത്ത് റഷ്യയും ചൈനയും കൂടുതൽ അടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നും അത് നിലനിൽക്കുന്നുണ്ട് എന്നും ഈ അടുത്ത കാലത്ത് ഇന്ത്യ എടുത്ത ചില തീരുമാനങ്ങളിലാണ് തനിക്ക് വിയോജിപ്പുള്ളത് എന്നൊക്കെ പറയുന്നത് കേട്ടു. നരേന്ദ്രമോദിയുമായി സംസാരിക്കും എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. മോദി തന്നെയും അമേരിക്കയിലേക്ക് പോയി ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡും എന്നാൽ കൗതുകരവുമായിട്ടുള്ള പല നീക്കങ്ങൾ ഈ അന്താരാഷ്ട്ര തലങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇൻസൈറ്റിൽ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ PJ വിൻസെൻ്റ്. വിൻസെൻ്റ് മാഷ്ക്ക് എന്താ തോന്നുന്നത്, ഇതൊരു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഈ ട്രേഡ് റിലേറ്റഡായി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അത് ഒരു ആഗോള ബന്ധങ്ങളിൽ ഒരു റീഅലൈൻമെൻറ്റിന് കാരണമാകും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും റീഅലൈൻമെൻറ്റിന് കാരണമാകുമെന്നല്ല, ഓൾറെഡി റീഅലൈൻഡ്. അത് പുതിയ ശാക്തിക ചേരിയായി ബ്രിക്സായും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനും മാറുമോ എന്നത് മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ. ഏതായാലും നമ്മളിപ്പോൾ മൂന്നാലോക രാജ്യങ്ങൾ എന്ന പ്രയോഗം ഒന്നും നടത്തുന്നില്ല. ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും. അപ്പോൾ ഗ്ലോബൽ സൗത്ത് ഒരു ശക്തമായ ഗ്രൂപ്പിംഗ് ആയി മാറിയിരിക്കുന്നു. അതിനെ മുന്നോട്ട് നയിക്കുന്നത് ബ്രിക്സ രാജ്യങ്ങളാണ്. അതോടൊപ്പം ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, അതിൽ ഇപ്പോൾ 10 സ്ഥിരാംഗങ്ങളും 2 നിരീക്ഷക പദവിയുള്ള രാജ്യങ്ങളും പിന്നെ പ്രതിനിധികളായിട്ട് 22-25 രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്ത ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു റീജിയണൽ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആയിട്ടാണ് ഷാങ്ഹായ് 5 എന്ന നിലയിൽ അത് ആരംഭിച്ചതാണ്. പക്ഷേ വൻശക്തി രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും റഷ്യയും ഈ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്തതോടുകൂടി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ റീച്ച് വർദ്ധിച്ചു. അതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം വലുതായി മാറി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പഴയ പോളിസിയുടെ തനിയാവർത്തനം തന്നെയാണ്. ആദ്യ ടേമിൽ വന്നപ്പോൾ എടുത്ത പോളിസി മാഘ തന്നെയാണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അപ്പോൾ അത് അമേരിക്കയെ വീണ്ടും ഒരു സൂപ്പർ പവർ ആക്കണം. കാരണം 2008 ആരംഭിച്ച ദീർഘമാന്ദ്യം ഇപ്പോഴും തുടരുകയാണ്. അവർ 29 ട്രില്യൺ ഇക്കണോമിയൊക്കെയാണ് ഇപ്പോഴും. പക്ഷേ 2009 ദീർഘമാന്ദ്യത്തിൽ നിന്ന് പൂർണ്ണമായി കരകയറി ഒരു വൈബ്രൻ്റ് ഇക്കണോമിയായിട്ട് അവർ മാറിയിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാവുന്നത് 1991 മുതൽ 2008 വരെയുള്ള കാലമാണ്. ആ കാലത്ത് അമേരിക്കയുടെ ഹെജിമണി സമ്പൂർണ്ണമായിരുന്നു. അത് സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും തന്ത്രപരമായ കാര്യങ്ങളിലും എല്ലാം. കാരണം ഒരേ ഒരു സൂപ്പർ പവറേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും അമേരിക്ക സൂപ്പർ പവറായ കാലമാണ്. എന്നാൽ 2008 ലേമൻ ബ്രദേഴ്സിൻ്റെ തകർച്ചയോടുകൂടി ആരംഭിച്ച മാലപ്പടക്കം പൊട്ടി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ കുപ്പുകുത്തി. 2014 വരെ അവർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അത് ഗ്ലോബൽ റിസഷനിലേക്ക് പോയി. അതിനകത്തു നിന്ന് കരകയറിയ അപൂർവം രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും ഒക്കെ കരുത്തിൽ നമ്മൾ പിടിച്ചു നിന്നു. വലിയ പരിക്കേൽക്കാതെ അതിനകത്തു നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അമേരിക്കൻ ഇക്കണോമി ഇപ്പോഴും ആ റിസഷനിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിട്ടില്ല. അതുകൊണ്ടാണ്
പുതിയ തരത്തിലുള്ള താരിഫ്, മറ്റ് രാജ്യങ്ങൾക്ക് നൽകി വരുന്ന സഹായങ്ങൾ, യുണൈറ്റഡ് നേഷൻസിന് കൊടുക്കുന്ന സംഭാവനകൾ എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം കുറവ് വരുത്തി അമേരിക്കയുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന നയത്തിലേക്ക് ട്രംപ് വരുന്നത്. അത് 2025 ജനുവരി 20 ഓവൽ ഓഫീസിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഫ്രീഡം താരിഫ് പ്രഖ്യാപിച്ചു. അത് വലിയ പ്രഖ്യാപനമായിരുന്നു. 57% താരിഫൊക്കെയാണ് വിയറ്റ്നാമിനെതിരെയൊക്കെ അന്ന് ചുമത്തിയത്. ചൈനയ്ക്കെതിരെ 46% പ്രഖ്യാപിച്ചു. ഇന്ത്യക്കെതിരെ അന്ന് 17-18% പ്രഖ്യാപിച്ചത്. പക്ഷേ പിന്നീട് അതിൽ അദ്ദേഹം ഉറച്ചു നിന്നില്ല. അതെല്ലാം കുറച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ 19% നികുതി ചുമത്തിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയും ആയിട്ട് നെഗോഷിയേഷൻ ആ സമയത്ത് നടന്നു വരികയാണ്. അപ്പോൾ ആഗസ്റ്റോടു കൂടി ഒരു ഇൻ്ററിം എഗ്രിമെൻറ്റിൽ എത്താമെന്നും 2025 ഡിസംബർ ആകുമ്പോഴേക്കും ഒരു സമ്പൂർണ്ണ വ്യാപാര കരാർ, ഒരു കോംപ്രഹെൻസീവ് ട്രേഡ് എഗ്രിമെൻറ്റ് അമേരിക്കയുമായിട്ട് ഒപ്പിടാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള അമേരിക്കയുടെ ന്യായമായ ആവശ്യങ്ങളും ഇന്ത്യയുടെ താല്പര്യങ്ങളും ഒക്കെ ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് നീങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. എന്നാൽ ആഗസ്റ്റിൽ അങ്ങനെ ഒരു ഇൻ്ററിം എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഉടനടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് 25% വന്നു. അതേ തുടർന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുദ്ധത്തെ സഹായിക്കുകയാണ്. ഇത് മോദിയുടെ യുദ്ധമാണെന്നൊക്കെ നവാരോ പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ പേരിൽ ശിക്ഷാ ചുങ്കം എന്ന നിലയ്ക്ക് 25%, അപ്പോൾ 50%. അപ്പം നമ്മുടെ ചില ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ 13% നികുതി. അപ്പോൾ അതിൻ്റെ നികുതി 63%, 50 + 13. അപ്പം 1% നികുതിയുള്ള ഐറ്റംസ് ഉണ്ട്, അതിൻ്റെത് 51%. അപ്പോൾ അങ്ങനെ ഏറ്റവും അധികം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് നേരെ പോലും ചുമത്താത്ത ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള നികുതി ഇന്ത്യയുടെ മേലെ ട്രംപ് ചുമത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു സംഘർഷാത്മകമായ ബന്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ടു വന്നു. അത് പറയുമ്പോഴേ ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബ്രിക്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പുറത്ത് അമേരിക്കയെ അങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കി പോകാൻ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഇപ്പോൾ സാധിക്കും. ഒന്ന്, ഈ കയറ്റുമതിയിൽ ഉണ്ടാകുന്ന നികുതി വർധന മൂലം കയറ്റുമതിയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇന്ത്യയെ ബാധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പ്രതിരോധ രംഗത്തുണ്ടാക്കിയ സമഗ്ര സഹകരണ കരാറുകളുണ്ട്. ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷേ പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് അപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമാണോ ഇന്ത്യക്ക് ഈ സ്വിച്ചിങ് എന്ന് പറയുന്നത്? അമേരിക്കയുമായിട്ട് ഒരു സമ്പൂർണ്ണമായ വിച്ഛേദനം അസാധ്യമാണ്. അത് ഇന്ത്യക്കെന്നല്ല, ലോകത്തിലൊരു രാജ്യത്തിനും പറ്റില്ല. ഇതുപോലെ തന്നെ അമേരിക്കയ്ക്കും പറ്റില്ല. എന്നാൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ്ഘടനകൾ ഇപ്പോൾ ആഴത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അത് അസാധ്യമാണ്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ വ്യാപാര മെച്ചം, ഇന്ത്യക്ക് അനുകൂലമായ ഒരു ട്രേഡ് റിലേഷനാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത്. കഴിഞ്ഞ 24-25 സാമ്പത്തിക വർഷത്തിൽ $85.51 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉണ്ടായത്. എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതി $45.33 ബില്യൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം 41.18 ബില്യൻ്റെ വ്യാപാര മിച്ചമുണ്ട് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ ബന്ധത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന 3 Ds എന്നൊക്കെ പറയുന്ന സാധനം. ഒന്ന്, ഡെമോഗ്രഫി. ഇന്ത്യയിലെ ജനത ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ ശരാശരി പ്രായം 27 അപ്പോൾ ഇത്രയും യൂത്ത്ഫുൾനെസ് ഉള്ള ഒരു രാജ്യം വേറെയില്ല. ആ ഡെമോഗ്രഫി ഉണ്ട്, ഡെമോക്രസി ഉണ്ട്. ഇതൊക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി നിൽക്കുകയാണ്. അതേസമയം ചൈനയുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല. ചൈനയുമായിട്ട് വരുമ്പോൾ നമുക്ക് $127.7 ബില്യൺ ബിസിനസ്സാണ് ഉണ്ടായത്. അതിൽ $113.3 ബില്യൺ നമ്മുടെ ഇറക്കുമതി ചൈനയിൽ നിന്ന്. നമുക്ക് അങ്ങോട്ട് 14 ബില്യൻ്റെ കയറ്റുമതിയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് $99.2 ബില്യൺ.
അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എൻഗേജ് ചെയ്യേണ്ടത് ചൈനയാണ്. ചൈനയുമായിട്ട് എൻഗേജ് ചെയ്ത് ഏത് തരത്തിലുള്ള ചൈനീസ് ബന്ധമാണെങ്കിലും ഇത്രയും വലിയ വ്യാപാര അന്തരം നിലനിർത്തിക്കൊണ്ട് പറ്റില്ല. അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കൂടി കയറ്റി അയച്ചുകൊണ്ട് ഈ വ്യാപാര മിച്ചത്തിൻ്റെ തോത്, അതായത് ഇന്ത്യക്ക് എതിരായി വ്യാപാര കമ്മിയുടെ തോത് നിർണായകമായി കുറയ്ക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2008 നമ്മൾ 1-2-3 അഗ്രിമെൻ്റ്, ന്യൂക്ലിയർ അഗ്രിമെൻ്റ് ഉണ്ട്. അത് മാത്രമല്ല തന്ത്രപരമായ സഹകരണത്തിൻ്റെ ഒത്തിരി മേഖലകളുണ്ട്. ഇപ്പോൾ കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യ സഹകരിക്കുകയാണ്. ക്വാഡ് എന്ന് പറയുന്ന കൂട്ടായ്മയുണ്ട്. പിന്നെ ടെററിസത്തിനെതിരായിട്ട് ആൻറ്റി ടെററിസം ഓപ്പറേഷനിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് ഇന്ത്യൻ നേവിയും അമേരിക്കൻ നേവിയും ഒക്കെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി മേഖലയിൽ ബന്ധമുണ്ട്. അതിനും പുറമെയാണ് ഈ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരുടെ ഏറ്റവും ഫേവേർഡ് ഡെസ്റ്റിനേഷൻ അമേരിക്കയാണ്. ഇന്ത്യയുടെ ടെക്നോളജിക്കൽ മെയിൻ പവർ ഏറ്റവും അധികം പോകുന്നതും അമേരിക്കയിലേക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബന്ധങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ട്രംപ് ഇന്ത്യക്കെതിരായി നിന്നാൽ ഞങ്ങൾ അമേരിക്കക്കെതിരായി നിൽക്കും എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള അമിതമായ ആവേശപ്രകടനമാണ്. അത്തരം ജിങ്കോയിസത്തിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല. അതുമാത്രമല്ല, ചൈനയ്ക്ക് ഒരിക്കലും അമേരിക്കയെ റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. അപ്പം അതിനകത്ത് നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പൊസിഷൻ സ്വീകരിക്കണം. ചൈനയുമായിട്ടുള്ള ബന്ധം നമുക്ക് നല്ലതാണ്. 2020 ശേഷം ചൈനയുമായിട്ട് നമുക്ക് ബന്ധമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘർഷ മേഖലയാണ്. എന്നാൽ ചൈനയുമായിട്ട് നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കണമായിരുന്നു. അതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് 1950കളിൽ ശ്രദ്ധക്കുറവുണ്ടായി എന്ന് ഞാൻ പറയും. കാരണം ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതുകൊണ്ട് ചൈന ഒരിക്കലും ഇന്ത്യ ആക്രമിക്കില്ല എന്ന ധാരണയിൽ നമ്മുടെ അതിർത്തികളിൽ നമ്മൾ പല പട്ടാള പോസ്റ്റുകളിൽ സ്ഥിരം ആളുകളെ പോലും നമ്മൾ ചെയ്തിരുന്നില്ല. മാത്രമല്ല അതിർത്തിയിലേക്കുള്ള റോഡുകൾ നമ്മൾ നന്നാക്കിയിട്ട് പോലുമില്ല. കാരണം പേടിക്കേണ്ടതില്ല, ഒരിക്കലും ചൈന നമ്മളെ ആക്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പം സഹദേവന് ഹാർട്ട് അറ്റാക്ക് വരുന്ന അങ്ങനെയാണല്ലോ ഡൽഹി ഗാഥകളിൽ. നമ്മളത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും തോന്നുന്നത്. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ പാകിസ്ഥാൻ ബോർഡറിലായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ ചാണക്യ സൂത്രം രാജ്യാന്തരീയ ബന്ധങ്ങളിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ആരെയും വിശ്വസിക്കേണ്ടതില്ല, എന്നാൽ ആരെയും അവിശ്വസിക്കേണ്ടതുമില്ല. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, പഞ്ചശീല തത്വങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നുള്ളത്. അതായത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ്, സമാധാനപരമായിട്ട് സഹവർത്തിക്കുക, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഇരു ജനതകളും തമ്മിൽ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ പ്രാധാന്യം ചൈനയ്ക്ക് കൊടുത്തു. അപ്പം ചൈനയുടെ നാഷണൽ ഇൻട്രസ്റ്റ് മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവർ അതിർത്തി കടന്ന് ആക്രമിക്കുമെന്ന് മുൻകൂട്ടി കാണണം. അത് ഏത് രാജ്യമാണെങ്കിലും അത് സംഭവിക്കും. കാരണം ഒരു രാജ്യത്തിൻ്റെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് അവരുടെ ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ LAC ആണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിർത്തിയിലെ പല പ്രദേശങ്ങളും അവരുടേതാണ്. അവരുടേതെന്ന് പറഞ്ഞാൽ ചൈനയുടേതല്ല, ടിബറ്റിൻ്റെ ഭാഗമാണ്. ടിബറ്റ് അവർ ഇല്ലീഗലി ഒക്കുപ്പൈഡ് ആണ്. യഥാർത്ഥത്തിൽ ടിബറ്റ് ചരിത്രപരമായി ചൈനയുടെ ഭാഗമല്ല. അതേസമയം അവർ 1959 ടിബറ്റ് ഒക്കുപ്പൈ ചെയ്തു. ഇപ്പോൾ വന്ന് ടിബറ്റ് ചൈനയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ചൈനയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശങ്ങൾ മുഴുവനും, ഈ ടിബറ്റിൻ്റെ ഭാഗമായ പ്രദേശങ്ങൾ മുഴുവൻ ചൈനയ്ക്ക് കിട്ടണമെന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അവരുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയുടെ ഇഷ്യൂ ആയിട്ടാണ് അവർ ഈ അതിർത്തി പ്രശ്നത്തെ കാണുന്നത്. അത് വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം ചൈനയുടെ വിദേശ നയത്തിൽ ഉണ്ടാകുമെന്നും അത് ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 1962 ആ സംഘർഷം ഉണ്ടാകുന്നത്. 62 യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ട്രസ്റ്റഡ് അലയാണ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സുഹൃത്താണ്, മറ്റവർ സഹോദരങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ഇടപെട്ടില്ല. മൂന്നാം ലോക രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ മൂവ്മെൻ്റ് ആയിരുന്നു. ഒരൊറ്റ രാജ്യവും ഇന്ത്യക്ക് അനുകൂലമായി നിന്നില്ല. 1956 ഫ്രാൻസും അതുപോലെ ബ്രിട്ടനും ചേർന്നിട്ട് സൂയിസ് ക്രൈസിസ്, ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ ആദ്യമായി അതിനെ അപലപിക്കുകയും ഈജിപ്തിന് പിന്തുണയും കൊടുത്തത് ഇന്ത്യയാണ്. 62 ചൈന ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വരി അപലപിക്കുന്ന ഒരു വരി പോലും ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ എല്ലായിടത്തുനിന്നും ഒറ്റപ്പെടുകയും
വലിയ മാനസിക ദുഃഖത്തിലേക്ക് പോവുകയും ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്നെ ആരോഗ്യം തന്നെ തകർന്നു പോയതിൻ്റെ പ്രധാന കാരണം അതായിരുന്നു. വി കെ കൃഷ്ണമേനോന് പ്രതിരോധ മന്ത്രിസ്ഥാൻ രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ അതൊരു വലിയ മുറിവായിട്ട് ഇന്ത്യ മനസ്സിലുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ വളരെ സൂക്ഷ്മമായും കരുതലോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി 1917 ദോക്ലാം കോൺഫ്ലിക്റ്റാണ്. ഒരിഞ്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലയ്ക്ക് ഇന്ത്യൻ സൈന്യം ഇന്ത്യയും ചൈനയും ഭൂട്ടാനും ൻ്റെയും അതിർത്തികൾ ചേരുന്ന ട്രൈ ജംഗ്ഷൻ ദോക്ലാമിൽ നിലയുറപ്പിച്ചു. അവിടേക്ക് ചൈനയ്ക്ക് റോഡ് നിർമ്മാണം സാധിച്ചില്ല. അതുകൊണ്ട് യുദ്ധസമാനമായൊരു ബന്ധം ഉണ്ടായി. അവിടെ പുടിൻ അതിൽ സജീവമായി ഇടപെട്ടു. അങ്ങനെയാണ് പുടിൻ്റെ മധ്യസ്ഥതയിലാണ് 2018 അനൗപചാരിക ഉച്ചകോടി ഇൻഫോർമൽ സമ്മിറ്റ് വുഹാനിലുണ്ടാവുന്നത്. അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ സമ്പുഷ്ടമാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വുഹാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അടുത്ത വർഷം 2019 നമ്മൾ ചെന്നൈ മാമല്ലപുരത്ത് ഇരു രാജ്യവും മോഡിയും ഷീ ജിൻപിങ്ങും തമ്മിൽ കണ്ടു. അതിനെ നമ്മൾ ചെന്നൈ കണക്ട്. അപ്പോൾ വുഹാൻ സ്പിരിറ്റിൽ നിന്ന് ചെന്നൈ കണക്ട് വഴി ദില്ലി ബീജിംഗ് സൗഹൃദം വീണ്ടും പൂത്തു തളിർക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ 2020 ഗൽവാൻ നദീതീരത്ത് വെച്ച് തമ്മിൽ ഇരു സൈന്യവും ഏറ്റുമുട്ടി. കായികമായ ഏറ്റുമുട്ടലാണ്, ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ട്. നമ്മുടെ 20 സൈനികർ മരിച്ചു. അവരുടെ എത്ര മരിച്ചു എന്നറിയില്ല. പെട്രോൾ പോയിന്റ് 14 സംഘർഷമുണ്ടായത്. ഫൈവ് ഫിംഗർ മേഖലയിലാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ സംഘർഷം പരിഹരിക്കാൻ സാധിച്ചുവെങ്കിലും 1 കിലോമീറ്ററിൻ്റെ മേഖലയിൽ ചൈനയുടെ പെട്രോളിംഗ് മേഖല ഉള്ളിലേക്ക് മുന്നോട്ട് ആക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സംഗതി. ഈ ചൈനയുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ ചൈനയുമായി വലിയ അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. വ്യാപാര ഉടമ്പടികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും എന്ന് പറയുന്നു. അത് നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ട് മുമ്പ് വരെ നമ്മൾ ചൈനയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ചൈനീസ് ചാരന്മാർ വരെയായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ ആക്ഷേപിച്ചിരുന്ന ആളുകളുണ്ട്. ഭരണകൂടം തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഭരണകൂടത്തിനെതിരെ, രാജ്യത്തിനെതിരെ പ്രചരണം നടക്കുന്നു എന്നൊക്കെയുള്ള. ചൈനയുടെ പണം സ്വീകരിച്ചിട്ട് ജേർണലിസ്റ്റുകളെ അതെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗാൽവൻ ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഭാഗമായാലും ബ്രിക്സിൻ്റെ ഭാഗമായാലും ഒക്കെ ചൈനയുമായിട്ട് വളരെ ഊഷ്മളമായൊരു ബന്ധത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് എത്രയും അതൊരു വലിയ ടാസ്ക് ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ബന്ധം ശക്തിപ്പെടുത്താതെ നിവൃത്തിയില്ല. നമ്മൾ പൊതുവെ പറയും അയൽക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ചൈന ഒരു റിയാലിറ്റി ആയിട്ട് അവിടെ ഉണ്ട്. അത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പോലും ഈ രൂപത്തിൽ നമ്മൾ നിരന്തരമായി സംഘർഷം നിലനിൽക്കുന്ന ഒന്നായി നിലനിർത്തുന്നത് അഭികാമ്യമല്ല. അത് പാകിസ്ഥാന് അഭികാമ്യമല്ല, ഇന്ത്യക്ക് അഭികാമ്യമല്ല. കാരണം നമുക്ക് ഈ അയൽക്കാരെ മാറ്റാൻ പറ്റില്ലല്ലോ. സുഹൃത്തുക്കളെ വേണം മാറ്റാം. അയൽക്കാർ അവിടെ ഉണ്ട്, എപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് യുദ്ധത്തിലൂടെ ഈ അയൽ ബന്ധങ്ങളെ യുദ്ധത്തിലൂടെ പരിഹരിക്കാമെന്നുള്ളത് അസാധ്യമാണ്. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും എത്ര കാലം യുദ്ധം ചെയ്യാനാണ്? ഇപ്പോഴും യുദ്ധത്തിൽ തന്നെയാണ്. അതെ അതെ. അതുപോലെ ഉക്രൈനും റഷ്യയും തമ്മിൽ ആരംഭിച്ചു, തീർക്കാൻ പറ്റുന്നില്ല. അർമേനിയ അസർബൈജാൻ ഇപ്പം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അതിർത്തി രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ എളുപ്പം തീരില്ല. അതുകൊണ്ട് അയൽക്കാരെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് റിയലിസ്റ്റിക്കായിട്ട് ഇതിനെ സമീപിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 2020 ഗൽവാൻ ക്രൈസിസിന് ശേഷം നമ്മൾ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ വലിയ രൂപത്തിൽ കുറച്ചു. അത് തന്ത്രപരമായ സഹകരണം കുറച്ചു. അതിനനുസരിച്ച് ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ ഒരു ചൈനയുടെ സാമന്ത രാജ്യമായിട്ട് മാറുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായ ഒരു ആർച്ച് എനിമി ആയിട്ട് തന്നെ ഇന്ത്യ ചൈനയെ കാണുന്ന അവസ്ഥയുണ്ടായി. ചൈന തിരിച്ചും അങ്ങനെ തന്നെയാണ്. കാരണം ടെററിസം സംബന്ധിച്ച് ഇന്ത്യ പാക് ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സംഘർഷങ്ങളിലെല്ലാം ചൈന പാകിസ്ഥാനെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യായിരുന്നു. ഏറ്റവും അവസാനം നമ്മുടെ പഹൽഗാം, സിന്ദൂർ ഓപ്പറേഷൻ്റെ കാലത്തൊക്കെ ചൈനയുടെ സഹായം ഉണ്ടായി. യഥാർത്ഥത്തിൽ സിന്ദൂർ ഓപ്പറേഷനിൽ ചൈന, പാകിസ്ഥാൻ, തുർക്കി ഈ 3 രാജ്യങ്ങൾക്കെതിരെയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ യുദ്ധം. അതിൽ ചൈനയുടെ സൈന്യം നേരിട്ട് പങ്കെടുക്കുന്നില്ലേ ഉള്ളൂ. അവരുടെ ഇൻ്റലിജൻസ്, മറ്റ് ഇൻഫർമേഷനുകൾ, അവരുടെ സാറ്റലൈറ്റ് ബന്ധങ്ങൾ തുടങ്ങിയിട്ടുള്ള മുഴുവനും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ടായി. ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ച കാര്യം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഫാക്റ്റായിരുന്നു. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പുതിയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പുതിയ തരത്തിലുള്ള ബന്ധം ഉണ്ടാകും. ഇപ്പോൾ റഷ്യ ചൈന ബന്ധങ്ങൾ അത്ര ഊഷ്മളമൊന്നും ആയിരുന്നില്ല.
അതേസമയം 2022 ഫെബ്രുവരി 24 ഉക്രൈൻ യുദ്ധം ഉണ്ടായി. ഉക്രൈൻ യുദ്ധം ഉണ്ടായതോടുകൂടി പടിഞ്ഞാറൻ രാജ്യങ്ങൾ അമേരിക്ക റഷ്യക്കെതിരെ സമഗ്ര ഉപരോധം ഏർപ്പെടുത്തി. അതിനെ അതിജീവിക്കാൻ റഷ്യക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഇപ്പോൾ റഷ്യൻ ഇക്കണോമി മുന്നോട്ട് പോകുന്നത് ഈ എണ്ണയുടെ വരുമാനം കൊണ്ടാണ്. അപ്പം അങ്ങനെ ചൈനയുമായിട്ട് പടിപടിയായിട്ട് ഉള്ള ബന്ധം വളരെ പെട്ടെന്ന് തന്നെ റഷ്യ ചൈന ബന്ധങ്ങൾ വളർന്നു വന്നു. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യയുടെ ചൈന ആശ്രിതത്വം ഏറെക്കുറെ സമ്പൂർണ്ണമാണ്. കാരണം അത് സാമ്പത്തികമായി മറ്റ് സൈനികമായി ഇപ്പോഴും റഷ്യ സൂപ്പർ പവറാണ്. പക്ഷേ സാമ്പത്തിക രംഗത്ത് ഇപ്പോഴും റഷ്യയുടെ ഏറ്റവും അധികം എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ്. അത് നമ്മളും ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഏകദേശം 40% എന്നാണ് കേൾക്കുന്നത് അവിടെ നിന്നുള്ള എണ്ണ ഇറക്കുമതി. 2021 ആകുമ്പോഴേക്കും നമ്മുടെ മൊത്തം ഇറക്കുമതിയുടെ 1%, 2% മറ്റോ ചൈനയിൽ നിന്നുണ്ട്, റഷ്യയിൽ നിന്നുണ്ടായിരുന്നു. ഈ യുക്രൈൻ യുദ്ധവും പാശ്ചാത്യ ഉപരോധത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് റഷ്യ ഇന്ത്യ ബന്ധങ്ങൾ വേറൊരു തലത്തിലേക്ക് മാറിയത്. അപ്പോൾ ആ ഉക്രൈൻ സംഘർഷമാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള റഷ്യ ചൈന ബന്ധം ഉണ്ടാക്കിയത്. അപ്പോൾ പുതിയൊരു സാഹചര്യം വരുമ്പോൾ പുതിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകും. അപ്പോൾ ചൈനയും ഇന്ത്യയുമായിട്ട് യുദ്ധസമാനമായ ഒരു ബന്ധമാണ് ഇതുവരെ നിലനിന്നത്. പക്ഷേ ഇന്ത്യക്കെതിരെ സമ്പൂർണ്ണ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി സ്ഥിതി മാറി. ഇപ്പോൾ ഇന്ത്യക്ക് അമേരിക്കയുടെ ടൈംസ് അനുസരിച്ച്, അമേരിക്ക പറയുന്നതിനനുസരിച്ച് വ്യാപാര കരാർ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഉണ്ട്, ബദലുകളുണ്ട് എന്ന് ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ല. അപ്പം ഇറാനുമായിട്ട് സംഘർഷം ഉണ്ടായ സമയത്ത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. അന്ന് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നമ്മൾ നിർത്തി. ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ വാതക പൈപ്പ് ലൈൻ പദ്ധതി IPI തകർന്നുപോയി. അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് അത് നടക്കാതെ പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധത്തിൽ, വ്യാപാര താരിഫ് യുദ്ധത്തിന് വഴങ്ങിക്കൊടുത്താൽ ഇന്ത്യക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ 4 ട്രില്യൺ എക്കണോമിയാണ് നമ്മുടേത്. പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ച് നോക്കിയാൽ നമ്മൾ 3ാമത്തെ വാങ്ങൽ ശേഷിയുള്ള രാജ്യമാണ് ലോകത്തിൽ. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ്. ലോകത്തിലെ അതിദ്രുതം വികസിക്കുന്ന മാർക്കറ്റാണ്. ചൈനയേക്കാൾ അധികം വേഗത്തിൽ വളരുന്ന മാർക്കറ്റാണ് ഇന്ത്യയിൽ. അപ്പോൾ ലോകത്തിൽ ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ ഉപയോഗിക്കാതെ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്രമാത്രം വാങ്ങൽ ശേഷിയുള്ള മനുഷ്യർ ഇവിടെയുണ്ട്. ഏകദേശം 45 കോടിയിലധികം ഇന്ത്യക്കാർക്ക് വാങ്ങൽ ശേഷിയുള്ളവരാണ്. ഇത്ര വലിയൊരു മാർക്കറ്റിനെ അവഗണിച്ച് ലോകത്തിലെ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ കണ്ണും പൂട്ടി ഇപ്പോൾ ഇറാനോടൊക്കെ ചെയ്യുന്നത് പോലെ ഇന്ത്യയോട് യുദ്ധത്തിന് വന്നാൽ, അത് വ്യാപാര യുദ്ധമായിക്കോട്ടെ സമ്മർദ്ദതന്ത്രമായിക്കോട്ടെ, അതിന് വഴങ്ങി കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ഇന്ത്യക്ക് താൽക്കാലികമായ ക്ഷീണമുണ്ടെങ്കിലും അതിന് ബദലുകളുണ്ട് എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈക്വൽ ഫൂട്ടേജിൽ ഒരു വ്യാപാര കരാറിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് യഥാർത്ഥത്തിൽ അതിനുള്ള ശ്രമങ്ങളായിരിക്കാം തീർച്ചയായിട്ടും അതെ. ഇപ്പം ഒരു പക്ഷേ ഡിസംബറോട് കൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു സമ്പൂർണ്ണ സമഗ്ര വ്യാപാര വാണിജ്യ ഉടമ്പടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു ഉടമ്പടിയിൽ നമ്മൾ ഡിസ്കഷൻ ടേബിളിലേക്ക് പോകുമ്പോൾ എന്തുണ്ട് നമ്മുടെ കയ്യിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ വളരെ ശക്തമായ ഒരു രാജ്യം, ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, ശക്തമായ ജനത ഞങ്ങൾ ഈ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് തെളിയിച്ചുകൊണ്ടല്ലാതെ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരാജിതൻ ആയിട്ട് ഈ ഡിസ്കഷൻ ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയിയായിരിക്കും എപ്പോഴും ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്റീവ് ഉണ്ട്. ആ ആൾട്ടർനേറ്റീവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യ, ഇന്ത്യ, ചൈന. ഇപ്പോൾ 90കളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഈ 3 രാജ്യങ്ങൾ പ്രത്യേകം എന്താ വെച്ചാൽ 3 അയൽ രാജ്യങ്ങളാണ്. 3 ആണവ ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യം സാമ്പത്തിക ശക്തി ചൈന, 5ാമത്തെ ഇന്ത്യ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 200 കോടി മനുഷ്യർ ഇവിടെ താമസിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങൾ. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു രാജ്യമായ റഷ്യയുടെ ഇക്കണോമി 10ാമത്തെ ഇക്കണോമിയാണ്. അവരും ശക്തമായ സമ്പദ്ഘടനയാണ് അവർ.
അപ്പോൾ ഈ റഷ്യയും ഇന്ത്യയും ചൈനയും കൂടെ യോജിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ ചിത്രം തന്നെ മാറും. അവിടെയാണ് ട്രിപ്പിൾ ആർ എന്നുള്ള സങ്കല്പമൊക്കെ വരുന്നത്. പീപ്പിൾസ് കറൻസി എന്നാണ് ഈ ചൈനീസ് യുവാൻ എന്ന് പറയുന്നത്, റിൻബിൻസി. അപ്പോൾ ആ ആറും റൂബിളും റുപ്പിയും, ഈ ട്രിപ്പിൾ റുപ്പി, ഈ 3 രാജ്യങ്ങൾ വ്യാപാരം അവരവരുടെ കറൻസിയിലാക്കിയാൽ പോലും ഡോളർ ഹെജിമണി തകരും. ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള തന്ത്രം ഒരുപക്ഷെ ഇപ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയായിട്ടുള്ളൊരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഡിസ്കഷനിൽ കുറെ കൂടെ എന്താ പറയുക, സമ്മർദ്ദം ഉയർത്താൻ പാകത്തിലുള്ളൊരു പൊസിഷനിലേക്ക് മാറാനായിരിക്കാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്ത് ഈ ഡോളറിനെ ആഗോള കറൻസിയായിട്ട് സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറയുന്നൊരു ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ബ്രിക്സിൻ്റെ സ്ട്രാറ്റജിയാണ് എന്നൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അതൊരു വലിയ ലക്ഷ്യമായി ഈ രാജ്യങ്ങളിലേക്ക് മുമ്പിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് കിട്ടുന്ന വലിയ പ്രഹരമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ആയിരിക്കില്ലല്ലോ ട്രംപ് ഭരണകൂടം ഈ പറയുന്ന നികുതി യുദ്ധത്തിനൊക്കെ ഇറങ്ങുന്നത്. അതെ, കറക്റ്റ്. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇറങ്ങുന്നത്. അക്കാര്യത്തിൽ ഇന്ത്യക്ക് കൺസേൺ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ബ്രിക്സ ബാങ്ക്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്ഹായി ആണ്. അതുപോലെ ബ്രിക്സ രാജ്യങ്ങൾ ഒരു പൊതു കറൻസി രൂപപ്പെടുത്തുകയാണ്. അപ്പം അതിനോട് നമ്മൾ ഇതുവരെ പോസിറ്റീവ് റെസ്പോൺസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ബ്രിക്സ കറൻസി വരികയും അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഒരുപക്ഷെ വേൾഡ് ബാങ്കിന് പകരം വയ്ക്കാവുന്ന ഒന്നായി മാറുകയൊക്കെ ചെയ്താൽ, എങ്ങനെയാണോ വേൾഡ് ബാങ്കിനെ ഉപയോഗിച്ച് അമേരിക്ക ആഗോള സമ്പദ്ഘടനയെ നിയന്ത്രിച്ചത്, അതുപോലെ ചൈനയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് ഇന്ത്യക്ക് അതിന് മേലെയുള്ള നിയന്ത്രണത്തെക്കാൾ എത്രയോ അധികം അതിനെ സമഗ്രമായി നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് കഴിയും. അത് ലോങ് റണ്ണിൽ അമേരിക്ക വിൽ ബി റീപ്ലേസ്ഡ് ബൈ ചൈന. അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ എപ്പോഴും ഇതിനെ മൾട്ടിപോളാറാക്കി മാറ്റണം, ലോകക്രമം ബഹുധ്രുവമാക്കി മാറ്റണം. അമേരിക്ക എന്ന ഹെജിമണെ മാറ്റി ചൈന എന്ന ഹെജിമണെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ താല്പര്യമല്ല, ഗ്ലോബൽ സൗത്തിൻ്റെ താല്പര്യവുമല്ല. അതേസമയം അമേരിക്കയുടെ ഈ ഇക്കണോമിക് ഇമ്പീരിയലിസത്തെ, സാമ്പത്തിക സാമ്രാജ്യത്വത്തെ ചെറുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് വരുമ്പോഴും അതുപോലെ ബ്രിക്സ കറൻസിയോടും ഇതുവരെ നമ്മൾ പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡോളറിലുള്ള ട്രാൻസാക്ഷൻ പൂർണ്ണമായി അവസാനിപ്പിച്ച് അമേരിക്കയുടെ ഡോളർ അധീശത്വത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന താല്പര്യം ഇന്ത്യക്കില്ല. കാരണം അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് ഈ ബ്രിക്സ ബാങ്ക് അത് ചൈനയുടെ നിയന്ത്രണത്തിലേക്ക്, ഏറ്റവും ശക്തമായ സമ്പദ്ഘടന എന്ന നിലയിൽ ചൈന ഈ കാര്യങ്ങൾ ആഗോളതലത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം അതേസമയം ഡെമോക്രാറ്റിക്കായിട്ട് അത് വരട്ടെ, ഒരു മത്സരാത്മകമായിട്ടത് നിലനിൽക്കട്ടെ എന്നൊക്കെയുള്ള നിലപാട് ഇന്ത്യ സ്വീകരിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അമേരിക്കയുമായിട്ട് സമ്പൂർണമായൊരു ബന്ധവിച്ഛേദം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല അത് കരണീയവുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഈ നമ്മളിപ്പോൾ തുടരുന്ന സംഘർഷാത്മകമായ ബന്ധം ചൈനയുമായിട്ട് പുലർത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ അതിർത്തി സംഘർഷം എന്നത് ഇന്ത്യയോ ചൈനയോ ഉണ്ടാക്കിയ ഒന്നല്ല, അത് കൊളോണിയലിസത്തിൻ്റെ സൃഷ്ടിയാണ്. മൻമോഹൻ രേഖയൊക്കെ വരച്ചുണ്ടാക്കിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അതിന് മേലെ ഉണ്ടായിട്ടുള്ള സംഘർഷമാണ്. അതിനെ ആ അർത്ഥത്തിൽ കണ്ട് വളരെ ശാസ്ത്രീയമായി എൻഗേജ് ചെയ്യണം. അതിൽ പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, പല ഘട്ടങ്ങളിലും ചൈന ഇക്കാര്യത്തിൽ ഒട്ടും പോസിറ്റീവായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. ചൈനയുടെ ഒരു സ്റ്റൈല് തന്നെ 2 steps ഫോർവേഡ് 1 step ബാക്ക്വേഡ് എന്നാണ്. അവർ 2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും, പക്ഷേ പിന്നോട്ട് 1 സ്റ്റെപ്പേ പോവുള്ളൂ. അപ്പോൾ 1 സ്റ്റെപ്പ് അവരുടെ കയ്യിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം ചൈന പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരുണാചൽ പ്രദേശിന് മേലെ അവർ അവകാശവാദം ഉന്നയിക്കും, സിക്കിമിൽ വന്ന് അവകാശവാദം ഉന്നയിക്കും, പിന്നെ കുറേ ഗ്രാമങ്ങളുടെ പേര് ചൈനീസ് ഭാഷയിലേക്ക് മാറ്റും, ലഡാക്ക് പൂർണ്ണമായി അവർക്ക് വേണമെന്ന് പറയും. അക്സായ് ചിൻ അവരുടെ നിയന്ത്രണത്തിലാണിപ്പോൾ. അതുപോലെ ഈ കാശ്മീർ വിഷയത്തിൽ അവർ ഷക്സം വാലി അത് പാകിസ്ഥാൻ കൈമാറിയതാണ്. ഒരർത്ഥത്തിൽ അതുകൊണ്ട് ഈ 3 രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നമാണ് ഈ കാശ്മീർ പ്രശ്നം. നമ്മളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഒരു വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല ഇത്.
ഇപ്പോൾ നമ്മൾ ഗൽവാനിലുള്ളത് ഒരു സ്കിർമിഷസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതൊരു ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ ബാറ്റിൽ, ഒരു ബാറ്റിലോ ഒരു വാറോ അല്ല. ദോക്ലാമിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ സംഘർഷങ്ങളൊക്കെ നമ്മൾ ഡിപ്ലോമസിയിലൂടെ അല്ലെങ്കിൽ സൈന്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ പരിഹരിക്കുക തന്നെയാണ് വേണ്ടത്. അത് പരിഹരിക്കാനുള്ള സമ്മർദ്ദതന്ത്രം, രാഷ്ട്രീയ സമ്മർദ്ദതന്ത്രമൊക്കെ ആവാം. പക്ഷേ അതൊരു യുദ്ധസമാനമായ ഒരു നിലപാട് കൺസിസ്റ്റൻ്റായി പുലർത്തുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ചൈനയുമായിട്ട് സഹകരിക്കാവുന്ന അനന്തമായ സാധ്യതകളുള്ള മേഖലകളുണ്ട്. ഇപ്പം നമ്മൾ ലോകത്തിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇപ്പോൾ അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചൈനയിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ ചൈനയുടെ ഇറക്കുമതി അത് ഇറക്കുമതി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മരുന്നുകൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ കയറ്റി അയക്കുന്നത്. അപ്പോൾ നമ്മൾ അത് അനിവാര്യമാണ്. അപ്പോൾ ആ ചൈനയിൽ നിന്നുള്ള ആ ഇറക്കുമതി യഥാർത്ഥത്തിൽ നമ്മളുടെ കയറ്റുമതിയാണ്. വേറൊരർത്ഥത്തിൽ നമ്മളത് ഫിനിഷ്ഡ് ഗുഡ്സാക്കി വീണ്ടും കയറ്റുമതി ചെയ്യാണല്ലോ. അപ്പം ചൈനയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വളർച്ച അനിവാര്യമാണ്. ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ചൈനയുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഇപ്പോഴുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാൻ വേണ്ടി ചൈന തയ്യാറായില്ല. അതുകൊണ്ട് സംയുക്ത പ്രസ്താവന പോലും പുറപ്പെടുവിച്ചില്ല. രാജ്നാഥ് സിംഗ് ശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ട് ഇതിനെ അപലപിക്കാതെ, ഇതൊരു ക്രോസ് ബോർഡർ ടെററിസമാണ്, അത് മാനവീയതയ്ക്കെതിരായ കുറ്റകൃത്യമാണ്, അതിനെ അപലപിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേസമയം ഇത്തവണത്തെ ടിൻജിയാനിൽ കോൺഫറൻസ് നടക്കുമ്പോൾ സ്ഥിതി മാറിയല്ലോ. ക്രോസ് ബോർഡർ ടെററിസം മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യമാണെന്നും അതെല്ലാ രാജ്യങ്ങളുടെയും ആഭ്യന്തര സുരക്ഷിതത്തെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ള സംയുക്ത പ്രസ്താവന വന്നു. അപ്പോൾ ചൈന ഈ കാര്യത്തിൽ കണ്ണും പൂട്ടി പാകിസ്ഥാനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന സമീപനത്തിൽ നിന്ന് ഭീകരത സംബന്ധിച്ച് നയമാറ്റം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. എത്ര ഭീകരാക്രമണ പരമ്പരയാണ് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ട് തന്നെ എടുത്താൽ 2001 പാർലമെൻറ്റ് ആക്രമണം, 2008 ബോംബെ ആക്രമണം, മുറി, ബലാക്കോട്ട്, പുൽവാമ തുടങ്ങി പഹൽഗാമിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുകയും ഓരോ തവണയും ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ ചില റെസ്പോൺസസ് ഉണ്ടാകും. അപ്പോഴത്തേക്കും ലോകരാജ്യങ്ങളെല്ലാം ഇടപെടും, സമാധാനം കൈവരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ആക്രമണം, ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വൺ സൈഡഡ് ആയിട്ട് ഈ അക്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം അപ്പോൾ അത് ഇന്ത്യയുടെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഈ ക്രോസ് ബോർഡർ ടെററിസത്തെ അവസാനിപ്പിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ അതിനോട് ചൈന പോസിറ്റീവായി പ്രതികരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു തുല്യമായ പാർട്ട്നേഴ്സ്, ഈക്വൽ സ്റ്റാറ്റസിൽ ഇന്ത്യയും ചൈനയും ഇടപെടണം. ഇന്ത്യയുടെ ന്യായമായ കൺസേണുകൾ ചൈന പരിഗണിക്കണം, ചൈനയുടെ കൺസേണുകൾ ഇന്ത്യയും പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് റിലേഷൻസ്, തുല്യതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെമോക്രാറ്റിക് റിലേഷൻസ് ചൈനയുമായിട്ട് വളർന്നു വരണം. അത് ഇന്ത്യയുടെ പുരോഗതിക്കും ചൈനയുടെ പുരോഗതിക്കും അനിവാര്യമാണ്. കാരണം 142,83,83,00,000 ഇന്ത്യയിൽ, 142,35,00,000 ചൈനയിൽ. ഇതിൽ രണ്ട് രാജ്യങ്ങളിൽ 300 കോടി ജനസംഖ്യ വരും. രണ്ട് രാജ്യങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങളിലും വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ചൈന കുറേ മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും അത് പാവപ്പെട്ട ഒരു രാജ്യമാണ്, ഒരു വികസിത രാജ്യമല്ല. ചൈന തന്നെ പറയുന്നത് 2049, അതായത് ചൈനീസ് വിപ്ലവത്തിൻ്റെ 100 വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് ഞങ്ങളൊരു സോഷ്യലിസ്റ്റ് വികസിത രാജ്യമായി മാറുക എന്നുള്ളതാണ്. ഇപ്പോഴും അതൊരു വികസിത രാജ്യമായിട്ടില്ല. ഇന്ത്യയിലിപ്പം ഒരു പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു 45 കോടി ജനങ്ങൾ മിഡിൽ ക്ലാസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് മേലെ പിന്നെയും ഒരു 5-10 കോടി ജനങ്ങളെ പ്ലേസ് ചെയ്താലും പിന്നെയും കിടക്കുമല്ലോ 100 കോടി ജനങ്ങൾ. അവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്കൊക്കെ പലതും പറയാം, അവിടെ ഒന്നും ഇപ്പറയുന്ന പോലെ റച്ചഡ്ലി പൂർ എന്ന് പറയുന്ന മനുഷ്യരില്ലെന്നേ. നമ്മളിവിടെ കോടികൾ, 1-2 കോടിയല്ല, ഒരു 100 കോടി മനുഷ്യരിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ അവരുടെ വളർച്ച നമുക്ക് കണ്ടേ മതിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയിട്ട് വേണം അതിലൊക്കെ ഏറ്റവും അധികം സഹകരിക്കേണ്ടത് ഈ അയൽരാജ്യങ്ങളല്ലേ. അതുകൊണ്ട് ഈ അതുപോലെ തന്നെ പാകിസ്ഥാനിൽ 20 കോടി ജനങ്ങളുണ്ട്. പാകിസ്ഥാനും ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഈ ടെററിസവും ഇന്ത്യ വിരുദ്ധതയും പറഞ്ഞ് എത്ര കാലം ആ ജനതയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? സഹകരിക്കണം. ആ നമ്മുടെ ജനത തന്നെയാണല്ലോ. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ മനുഷ്യർ അവരുടെ ജീവിത നിലവാരം
അത് പടിപടിയായി ഉയർത്തിക്കൊണ്ട് വരിക തന്നെ വേണം. അതിനു വേണ്ടി സഹകരിക്കാതെ നിവൃത്തിയില്ല. അതിനകത്ത് ഈ വൻ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുക്കരുത്. അത് നിന്ന് കൊടുത്താൽ അവർ പ്ലേ ചെയ്യും. അവർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിക്കേണ്ടത് നിരന്തര ശത്രുതയിൽ പുലരേണ്ടത് അമേരിക്കയുടെ താല്പര്യമാണ്. ഇപ്പം 48-ലെ യുദ്ധം അങ്ങ് മാറ്റിവെക്കുക. 1962, 71, അതുപോലെ 98, ഈ 3 യുദ്ധങ്ങളും പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ചെയ്ത യുദ്ധമല്ല. അമേരിക്ക പാകിസ്ഥാൻ സഖ്യം ചെയ്ത യുദ്ധമാണ്. 1965 ഇന്ത്യ ആക്രമിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ അമേരിക്ക കൊടുത്തിട്ടുള്ള അത്യന്താധുനിക വിമാനങ്ങളുടെ കരുത്തിലാണ് ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഫാക്റ്റല്ലേ? അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് ഇന്ത്യയുടെ ഭരണ നേതൃത്വം നീങ്ങുന്നതിൻ്റെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പോട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ കരുതുകയാണ്. റൈറ്റ്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധം അല്ലെങ്കിൽ നികുതി യുദ്ധം അത് ആഗോള രാഷ്ട്രീയ അല്ലെങ്കിൽ ആഗോള തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് അയൽരാഷ്ട്രങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാനും കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും ഒക്കെയുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം എന്ന് നിരീക്ഷിക്കുകയാണ് ഡോക്ടർ പി ജെ വിൻസെൻ്റ്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.